ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലക്ഷ്മി സ്ട്രീംസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മിയാണ് കേട്ടോ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നല്ല ചൂട് സമയമാണ്. നന്നായിട്ട് കെയർ ചെയ്യുക, നന്നായി വെള്ളം കുടിക്കുക, കുഞ്ഞു മക്കൾക്കൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ കൊടുത്ത് അവരെ സേഫായിട്ട് ഇരുത്തുക. ഇപ്പോൾ സമ്മർ വെക്കേഷനാണ്, കുട്ടികളെല്ലാവരും വീട്ടിൽ വെള്ളവും അടിച്ചു പൊളിച്ചിരിക്കുകയായിരിക്കും. അതുപോലെ വിഷു ഈസ്റ്റർ എല്ലാവരും നന്നായി ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു ക്രാബ് ബിരിയാണിയാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് ക്രാബ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഈസി ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ് കേട്ടോ. ബാച്ചിലേഴ്സിനസ് ഒക്കെ എളുപ്പം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ഞാനിവിടെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, ബേ ലീഫ്, ബ്ലാക്ക് പെപ്പർ എന്നിവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് മസാലയ്ക്കായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുറച്ച് ജീരകപ്പൊടി എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ഉലുവാപ്പൊടി ക്രാബാകുമ്പോൾ നമ്മുടെ വയറിനുള്ള അസ്വസ്ഥതകളെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് തുടങ്ങാം. ഇതിനായിട്ട് ആദ്യം നമ്മൾ റൈസാണ് കുക്ക് ചെയ്യുന്നത്. 1.5 ഗ്ലാസ് അരി ഞാൻ 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്പൈസസ് ആഡ് ചെയ്യുക. സ്പൈസസ് ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് കുതിർത്ത് വെച്ചിരുന്ന അരിയെടുത്ത് ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് 3.25 ഗ്ലാസ് അരി, ഞാൻ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 3.25 ഗ്ലാസ് വെള്ളം, ചൂടുവെള്ളം, ഒരിക്കലും തണുത്ത വെള്ളം ചേർക്കാൻ പാടില്ല. ചെറു ചൂടുവെള്ളം ചേർത്ത് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് നമ്മൾ അരി കുക്ക് ചെയ്തെടുക്കുക. അരി ആദ്യം കുക്ക് ചെയ്യുന്നത് കാരണം നമ്മൾ മസാല പ്രിപ്പയർ ചെയ്യുന്ന സമയത്തേക്ക് അതൊന്ന് ചെറുതായി ആറിയിരിക്കണം. ഇല്ലെങ്കിൽ ചൂടോടെ നമ്മൾ ചോറ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടി പിടിക്കുകയും കുഴഞ്ഞു പോവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനാലാണ് ചോറ് ആദ്യം പ്രിപ്പയർ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ചോറ് പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്തത് മസാല ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിനായിട്ട് പാൻ വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു, അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്, മസാലയ്ക്ക് ആവശ്യമുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. അതിലേക്ക് അതിൻ്റെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം സവോള, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള എടുക്കുക. മാക്സിമം സവോളയെല്ലാം ചെറിയതായിട്ട് തന്നെ അരിയേണ്ടതാണ്. കാരണം മറ്റ് ബിരിയാണി പോലെയല്ല, ക്രാബ് ബിരിയാണിക്കകത്ത് ഒരുപാട് സവോള കഴിക്കാൻ കിട്ടുന്നത് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. മാക്സിമം ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം ടൊമാറ്റോ, പച്ചമുളക് എന്നിവ ചേർക്കാവുന്നതാണ്. അത് നന്നായി വഴറ്റിയെടുക്കുക. എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഉലുവാപ്പൊടി എന്നിവയാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാലയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നമ്മുടെ എരിവിനാവശ്യത്തിനായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പച്ചമണം എല്ലാം മാറി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്രാബ് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മസാല നമുക്ക് എത്രയാണോ, മസാല കൂടുതൽ ചോറിനകത്ത് ആഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ മസാല പ്രിപ്പയർ ചെയ്യാം. അതല്ല നമുക്ക് കുറച്ച് മസാല ഇഷ്ടമുള്ളതെങ്കിൽ, അല്ലെങ്കിൽ ക്രാബിനെ ഡിപ്പെൻഡ് ചെയ്ത മസാല ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഞാൻ കുറച്ച് മസാല വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന, വഴറ്റി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്രാബ് ചേർക്കുക. അതിലേക്ക് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഈ മസാലകളെല്ലാം ക്രാബിൽ പിടിക്കുകയും വേണം. അതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം, 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മസാല നന്നായിട്ട് തിളച്ച് ക്രാബ് വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 5 മിനിറ്റ് വയ്ക്കുക. നന്നായിട്ട് ആ വെള്ളം വറ്റി ഒന്ന് കുഴഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് മല്ലിയിലയും കരിവേപ്പിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നോക്കുക. അതിലേക്ക് മസാല കുറച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ അടുത്തത് ചോറ് ആഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അത് ലെയറായിട്ടാണ് നമ്മൾ ഇടുന്നത്.
ആദ്യം മസാല പ്രിപ്പയർ ചെയ്തതിന് മസാല അടിവശത്തിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസാണ് ഇടുന്നത്. അങ്ങനെ ഓരോ ലെയർ അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കുക. നന്നായി ലെയർ ലെയറായിട്ട് വെച്ചതിന് ശേഷം വെറും ചെറിയ ഫ്ലെയിമിൽ നമ്മൾ 5 മിനിറ്റ് അടച്ച് വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്യേണ്ടതാണ്. നന്നായി ആവി വന്നതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, വളരെ ചെറിയ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ വെക്കേണ്ടത്. ഇല്ല എങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ അംശം അതിൽ കുറവായതുകൊണ്ട് എളുപ്പം അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മൾ എത്രയും ചെറിയ തീയിൽ വയ്ക്കാമോ അത്രയും നല്ലത്. അതല്ല, നമുക്ക് വേണേൽ ഒരു ഇച്ചിരി ചൂടുവെള്ളം ഈ മസാലയിൽ ഏറ്റവും ആദ്യം ചേർക്കാവുന്നതാണ്. അന്നേരം അടി പിടിക്കാറില്ല. എപ്പോഴും ഓർക്കുക, നമ്മൾ തിളപ്പിച്ച വെള്ളം മാത്രമേ അതിനകത്ത് യൂസ് ചെയ്യാവുള്ളൂ. അത് 1/4 ഗ്ലാസ് മാത്രമേ ചെയ്യുള്ളൂ. അതിലേക്ക് ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് വെച്ച് നമ്മൾ ആവി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അതിൽ നന്നായിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് നമ്മൾ എടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയുക. ഓക്കെ, നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.